അഭിമന്യ കലാശാസന് എന്റെ വിനയമായ കൂപ്പുകൈ. അലസനും മടിയനുമായ രാമുവിന്റെ ജീവിതത്തിൽ ജില്ലാ തലങ്ങളിൽ മിമിക്രി എന്ന കളിക്ക് അവൻ 1ാം സ്ഥാനം കിട്ടി. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്, അതിന് അവന് കിട്ടുമോ? രാവിലെ രാമുവിന്റെ വീടിന് സമീപത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും തകിലും നവസ്വരം വായിക്കുന്ന കേട്ടാണ് രാമു ഉണരുന്നത്. അവൻ പോകാൻ തയ്യാറായി. അവന്റെ പുതിയ കുപ്പായം എടുത്തിട്ട് സീപ്പിട്ടു. അത് രസത്തോടെ അവൻ പിന്നെ ആവർത്തിച്ചു. ഇടയ്ക്ക് വെച്ച് സിബൊന്ന് കുരുങ്ങി. അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വീടിനടുത്തുള്ള പണക്കാരന്റെ വീട്ടിലെ പട്ടി കുരച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടാന്നറിയാൻ വയ്യ. പാവപ്പെട്ട വീട്ടിലെ പട്ടിയും കൂടെ കുരച്ചു. പാവപ്പെട്ട വീട്ടിലെ പട്ടിക്ക് ഏറെ തന്നെ ശ്രമം. അവൻ കുറച്ചു ദൂരം നടന്നു. അപ്പോൾ ഒരു മരണക്കിണറിന്റെ മോട്ടോർ സൈക്കിൾ ഓടുന്നത് അവൻ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു സീ പ്ലെയിൻ അവന് മുമ്പിൽ കൂടെ കടന്നു. ബോറടി തുടങ്ങിയപ്പോൾ അവൻ ആംഗ്രി ബേർഡ് എന്ന് പറയുന്നൊരു ഗെയിം കളിച്ചു. സമയം പുതർന്നില്ല. കലോത്സവ വേദിയിലെത്തി. അപ്പോഴേക്കും അവിടെ മിമിക്രി മത്സരം തുടങ്ങിയിരുന്നു. ഒരു കുട്ടി വ്യത്യസ്ത സിനിമാ കാലഘട്ടത്തിലെ കുതിരയുടെ ശബ്ദം കാണിച്ചു. അതവന് രസകരമായി. നമ്മുടെ ജയന്റെ കാലഘട്ടത്തിലെ കുതിരയുടെ ശബ്ദം ഇങ്ങനെയായിരുന്നു. പിന്നെ അത് മമ്മൂട്ടി ആയപ്പോൾ ഇങ്ങനെയായി. പിന്നെ അത് ജെയിംസ് ബോണ്ട് വന്നപ്പോൾ ഇങ്ങനെയായി. അടുത്തതായി ഡ്രാക്കുള എന്ന ചിത്രത്തിലുള്ള ട്രെയിലറും ആഘോഷിച്ചു തന്നെ കാണിച്ചു. അതവന് വിസ്മയകരമായി. അടുത്തതായി രാമുവിന്റെ ചെസ് നമ്പറായിരുന്നു വിളിച്ചത്. അവൻ സ്റ്റേജിൽ കയറി. അവനൊന്നും കാണിക്കാൻ അറിഞ്ഞതായിരുന്നു. അവസാനം അവൻ വഴി കാണുന്ന കാഴ്ചകൾ മൊത്തം സ്റ്റേജിൽ കാണിച്ചു. ഇനി വിധി പ്രഖ്യാപനം. പൂർണ്ണമായി രാമുവിന് തന്നെയായിരുന്നു 1ാം സ്ഥാനം. അവൻ വളരെ സന്തോഷത്തോടെ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ വെടിക്കെട്ട് നടക്കുകയായിരുന്നു. അവന്റെ അലസതയും മടിയും അവിടെ ഉപേക്ഷിച്ചു. എല്ലാവർക്കും നന്മ വരുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് മടങ്ങി. എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് വീണ്ടെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. രാമുവിന്റെ കഴിവ് മിമിക്രി ആയിരുന്നു. അതവൻ പൂർണ്ണമായി വീണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളും വീണ്ടെടുക്കുക. നന്ദി, നമസ്കാരം.